വെൽക്കം ടു കലവറ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഈജിപ്ഷ്യൻ ഡെസേർട്ടാണ്. അതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ആണ് ബ്രെഡ്, അത് നട്ട്സ്, ആൽമണ്ട്, പിസ്ത, റേസിൻസ്, കോക്കനട്ട് ഗ്രേറ്റ് ചെയ്തത്, പഞ്ചസാര, കോൺഫ്ലോർ, ഫ്രഷ് ക്രീം, മിൽക്ക്. ഇനി നമുക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം. ആദ്യം അടുപ്പ് വെച്ച് പാൽ ചൂടാക്കാൻ വയ്ക്കാം. 1/2 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക്, 1/2 കപ്പ് പഞ്ചസാര. ഇനി നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇത് തിളയ്ക്കണം. പാല് തിളച്ച് തുടങ്ങി. ഇനി അത് പാല് കുറച്ച് വെച്ച് ഒരു 2-3 മിനിറ്റ് ഇരിക്കട്ടെ. ഇളക്കി കൊടുക്കണം, കൈ പിടിക്കാതെ. ഇനി നമുക്ക് കോൺഫ്ലോർ ചേർക്കാം. 1 ടീസ്പൂൺ കോൺഫ്ലോർ 2 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ കലക്കിയതാണ്, അവിടെ ചേർക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കണം. ഇനി അതെവിടെ ഇരുന്ന് തണുക്കട്ടെ. 8 പീസ് ചെറിയ ബ്രെഡ്, വൈറ്റ് ബ്രെഡ്, അതിൻ്റെ അരിയെല്ലാം കട്ട് ചെയ്തിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്താണ്. ഇത് ഓരോന്നും ബട്ടർ തടവി ഈ പാത്രത്തിലേക്ക് നിരത്താം. ഞാൻ 2 ലെയറാണ് വയ്ക്കുന്നത്. നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന പാൽ മിശ്രിതം ബ്രെഡിൻ്റെ പുറത്തേക്ക് ഒഴിക്കാം. ഒരു 10 മിനിറ്റ് ഇരുന്ന് സോക്കാവട്ടെ. ഇത് സോക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് മറ്റൊരു കാര്യം ചെയ്യാം. ഇത് 250 ഗ്രാം ഫ്രഷ് ക്രീമാണ്. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചതല്ല, പൊടിച്ച പഞ്ചസാര 1/2 കപ്പ്, ഫ്രഷ് ക്രീം 1/2 കപ്പ്, ടീസ്പൂൺ വാനില എസൻസ്. ഇത്രയും കൂടെ നമുക്കൊന്ന് നന്നായിട്ട് അടിച്ച് ചേർക്കാം. ഫ്രഷ് ക്രീമിന് പകരം വിപ്പിംഗ് ക്രീം വേണമെങ്കിൽ എടുക്കാം. ഇതിന് ഇവിടെ ഇരിക്കട്ടെ. ഇത്ര നേരം ഇടുമ്പോൾ ബ്രെഡൊക്കെ നന്നായിട്ട് സോക്കായിട്ടുണ്ട്. 10 മിനിറ്റായി. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നട്ട്സും കോക്കനട്ടും ഒക്കെ ഇടാം. കാഷ്യൂനട്ട് ഞാൻ ക്രഷ് ചെയ്തെടുത്താണ്. നമ്മുടെ ഇടിയല്ലില്ലേ, അതിൽ വെച്ച് ഇടിച്ച്. മൂന്ന് ടേബിൾ സ്പൂണാണ് കോക്കനട്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ഫ്രഷ് ക്രീമും മിൽക്ക് മെയ്ഡും എല്ലാം കൂടെ ഉള്ളത്. കോക്കനട്ട് നിങ്ങൾക്ക് ഡ്രൈ കോക്കനട്ട് ഗ്രേറ്റ് ചെയ്ത് വാങ്ങിക്കാൻ കിട്ടും, അത് ചേർത്താലും മതി. ഇനി ഇത് 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് മാറ്റി 15 മുതൽ 20 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് പിസ്തയും അണ്ടിപ്പരിപ്പും ഒക്കെ ഇടാം. ഇത് ബേക്ക് ചെയ്തെടുത്തപ്പം 180 ഡിഗ്രിയിൽ 30 മിനിറ്റ്സ് എടുത്ത്. അത് 2 ലെയർ ഞാൻ ബ്രെഡ് വെച്ചത് കൊണ്ടാണ് അങ്ങനെ വന്നത്. നിങ്ങൾ സാധാരണ ഇത് ചെയ്യുന്നുണ്ട് ഒറ്റ ലെയറിൽ ചെയ്യുമ്പോൾ
15 to 20 മിനിറ്റ്സേ ആകത്തുള്ളൂ. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് കാണുന്നവരാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ.